പരിശുദ്ധ പരമ ദിവ്യകാന്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാന്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാന്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. കർമ്മല അമ്മയോടൊപ്പം കർമ്മലനാഥയോടൊപ്പം യേശുവിനെ ആരാധിക്കുന്ന സമയമാണ്. യേശുവിൻ്റെ കുരിശിൻ്റെ കീഴെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന യോഹന്നാനും നിൽക്കുന്ന ദൃശ്യമാണ് ധ്യാനവിഷയമായിട്ടുള്ളത്. എത്ര മനോഹരമായ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന, ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു രംഗമാണത്. കുരിശിൽ കിടന്ന് പിടയുന്ന യേശുവിൻ്റെ മുഖവും അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന, സ്നേഹത്തോടെ നിൽക്കുന്ന പരിശുദ്ധ അമ്മയും അമ്മയുടെ അടുത്ത് ശക്തിപ്പെടുത്തിക്കൊണ്ട് യോഹന്നാൻ നിൽക്കുന്നു. യേശുദൻ സ്നേഹിച്ചിരുന്ന എല്ലാ ജനതകൾക്കും വേണ്ടി, എല്ലാ ജനങ്ങൾക്കും വേണ്ടി അമ്മയെ നൽകുകയാണ്. ഇതാ നിൻ്റെ അമ്മ, യോഹന്നാൻ പറയുന്നതാണ്. യേശുവിൻ്റെ ഏറ്റവും വലിയ ദാനമാണ്. ഒരമ്മയെ നൽകുന്നു. ലോകത്തിനൊരമ്മയുണ്ടെന്ന് പറയാണ്. ഈശോയെ, നീ എത്ര മനോഹരമായ കൃപയാണെന്ന് ഞങ്ങൾക്ക് നൽകിയത്. സ്വന്തം അമ്മയെ ഞങ്ങളുടെ അമ്മയായിട്ട് നൽകി. ഒരമ്മ ഉണ്ടാവുക. ഓരോ കുഞ്ഞും ആദ്യം പറയുന്ന വാക്ക് അമ്മയെന്ന് തന്നെയാണ്. ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ അമ്മയെ ഞാൻ ഓർക്കുന്നുണ്ട്. 10 മാസം എന്നെ ചുമന്ന, വയറ്റിൽ ചുമന്ന, എനിക്ക് നൽകേണ്ടതെല്ലാം നൽകി. ജന്മം നൽകിയതിന് ശേഷം മുലപ്പാലിലൂടെ വിശ്വാസം നൽകി. രക്തം ഞാൻ ഊറ്റിക്കുടിച്ച് വളർന്നു. കുരിശിലെ രക്തം ലോകത്തിന് ജനം ഊറ്റിക്കുടിക്കാൻ അമ്മയെ നൽകിയിട്ടാണ് നീ പോകുന്നത്. നീ ചൊരിഞ്ഞ രക്തം കുടിക്കാൻ, അതാവോളം കുടിക്കാൻ, അതിലൂടെ രക്ഷയും സന്തോഷവും അനുഭവിക്കാൻ, അതിലൂടെ വിജയം അനുഭവിക്കാൻ നീ അമ്മയെ നൽകി. നമ്മൾ പറഞ്ഞത് തന്നെ ആയിരിക്കണം. ഇതാ നിൻ്റെ മകനെന്ന് പറയുമ്പോൾ, ഈ ലോകത്തെ ഏറ്റെടുക്കാൻ പറയുമ്പോൾ, എല്ലാ ജനതകൾക്കും വേണ്ടി എൻ്റെ രക്തം ആവോളം പകർന്നു നൽകാൻ, അത് അമ്മയിലൂടെ നൽകാൻ ആഗ്രഹിച്ചു. ഈശോയെ ഒത്തിരി നന്ദി. പരിശുദ്ധ അമ്മ നിന്നോട് നന്ദി പറയുന്നു. യോഹന്നാൻ മനോഹരമായിട്ട് ഈ അമ്മയെ സ്വീകരിച്ചു കൊണ്ടുപോയി. നമ്മുടെയും പ്രാർത്ഥന ഇതാകട്ടെ, ചിന്ത ഇതാകട്ടെ, ഈ അമ്മയെ കൂട്ടിക്കൊണ്ടുപോവുക. ഈ അമ്മയോടുള്ള ബന്ധം, കർമ്മല സഭയോട് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ, കർമ്മല ഉത്തരീയം, നാം എല്ലാം കുർബാന സ്വീകരിക്കുമ്പോൾ ഈ ഉത്തരീയം ധരിക്കുന്നുണ്ട്. ഈ ഉത്തരീയം നമ്മോട് പറഞ്ഞു തരുന്നത് മരണം വരെ അതിനപ്പുറം നേടുന്നൊരു ബന്ധത്തെക്കുറിച്ചാണ്. രക്ഷിക്കാൻ ഒരു അമ്മയുണ്ട്, സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരമ്മയുണ്ട്. ഈ ഉത്തരീയം ധരിക്കുമ്പോൾ നമ്മൾ വിജയിക്കാൻ നമ്മൾ സഹായിക്കുന്ന ഉത്തരീയത്തിൻ്റെ ഓർമ്മയോടെ അമ്മയെ ധ്യാനിക്കുമ്പോൾ, അമ്മയുടെ യേശുവിൻ്റെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥന ഇതാകണം. എന്നെ എൻ്റെ ജീവിതത്തിൽ വിജയിപ്പിക്കണമേ കർത്താവേ. എൻ്റെ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിലും സന്തോഷങ്ങളിലും യേശുവിൻ്റെ അടുത്തിരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ജീവിതം സംഘർഷഭരിതമാണെന്ന് നമുക്കറിയാം. ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. ഈ സംഘർഷം കടന്നു പോകുമ്പോഴൊക്കെ ഇന്ന് യേശു നമ്മെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ അമ്മയുടെ അടുത്ത് വന്നിരിക്കുക. ഒരു അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. എല്ലാത്തിനും ഒരു ഉത്തരമുണ്ട്. എല്ലാത്തിനും നമുക്ക് അമ്മയുടെ അടുത്തിരുന്ന് ആശ്വാസം നേടാം. അമ്മ ഒന്ന് തലയിൽ ഒന്ന് മാന്തുമ്പോൾ, മടിയിൽ കിടത്തി ഒന്ന് ആശ്വസിപ്പിക്കുമ്പോൾ, നമ്മളെല്ലാം വളരെ കൂളായിട്ട് ജീവിതത്തിൻ്റെ എല്ലാ സംഘർഷങ്ങളെയും ഇറക്കി വയ്ക്കാൻ പറ്റും. ഒരു പുതിയ കാഴ്ച കിട്ടും നമുക്ക്. ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നത് തന്നെയായിരിക്കും. കർമ്മല അമ്മയുടെ അടുത്തിരുന്ന ആ ഉത്തരീയം ധരിച്ച് സംരക്ഷണം ഏറ്റുവാങ്ങി എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് സന്തോഷത്തോടെ പ്രത്യാശയോടെ എൻ്റെ രക്ഷ പ്രഘോഷിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ തുടങ്ങുക. എൻ്റെ രക്ഷ, എൻ്റെ കുരിശിൻ്റെ രക്ഷ, ഇതാണ് അമ്മ പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ പാഠം. ഇതാണ് നമ്മുടെ രക്ഷയുടെ രഹസ്യം, നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യം. നമുക്കെല്ലാവർക്കും ഈ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട്
അതിൻ്റെ ഭാരങ്ങളെല്ലാം ഈ അമ്മയുടെ മടിത്തട്ടിൽ ഇറക്കി വയ്ക്കാം. പ്രത്യാശയോടും വിശ്വാസത്തോടെയും ഈ അമ്മയുടെ കൂടെ നിന്ന് യേശുവിൻ്റെ കുരിശിൻ്റെ അടുത്ത് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റട്ടെ. അതിൻ്റെ ഭാരങ്ങളെല്ലാം നമ്മൾ തളർത്തരുത്. അമ്മ നിന്നതുപോലെ വളരെ സംയമത്തോടെ, വളരെ ആത്മധൈര്യത്തോടെ, പ്രത്യാശയോടെ ആ കുരിശിനെ ദർശിച്ച് യേശുവിൻ്റെ ആ രക്ഷാകര അനുഭവം സ്വന്തമാക്കുമ്പോൾ നമ്മളുടെ ജീവിതം മനോഹരമാകും. നമ്മുടെ ജീവിതത്തിൽ ആനന്ദം ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടാകും, രക്ഷയുണ്ടാകും. പരിശുദ്ധ അമ്മ അതിന് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ആരാധനയ്ക്ക് ആശീർവാദത്തോടുമ്പോൾ പൂർണ്ണമായിട്ട് അമ്മയോട് ചേർന്ന് ഈ ക്രിസ്തുവിൻ്റെ കുരിശിനെ പുണർന്നുകൊണ്ട് നിൽക്കാനാവട്ടെ. നമ്മുടെ ഓരോരുത്തരും ആ കുരിശിനെ കെട്ടിപ്പിടിച്ച് യോഹന്നാനെ പോലെ പരിശുദ്ധ അമ്മയുടെ ചാരി നിന്ന് യേശുവിനടുത്ത് നിൽക്കുക. യേശു നമ്മെ അനുഗ്രഹിക്കുന്നു. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.